outfit of the day. ഇതാണ് മലേഷ്യൻ രാജാവിൻ്റെ കൊട്ടാരം. നമുക്ക് അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാം. പിന്നെ വലിയ മതിലൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും നേരെ കാണാൻ പറ്റില്ല. ഈ കുതിര ഒറിജിനലാണ് ആൻഡ് അതിൻ്റെ പുറത്തൊരാളും ഉണ്ട്. ഇത് കണ്ടോ, ടൂറിസ്റ്റ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഡിസ്റ്റർബിങ് ഓർ എൻറ്ററിങ് ദ ഗാർഡ് പോസ്റ്റ്. ഒട്ടും ഡിസ്റ്റർബൻസ് ഇല്ല അവർക്ക്. ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ വരുന്നു എന്ന് മാത്രം, ഒട്ടും ഡിസ്റ്റർബൻസ് ഇല്ല. ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെയൊക്കെ ഒരു പാർക്ക് പോലെ, പാർക്കല്ല ആക്ച്വലി, സോറി ഗാർഡൻ ആണ്. ഓ, ദേ ഹാവ് എ സുവനിയർ ഷോപ്പ്. രാജാവിൻ്റെ അവിടെ സുവനിയർ ഷോപ്പ്. ഞാൻ സുവനിയർ ഷോപ്പിൻ്റെ അകത്തേക്ക് പോയില്ല, ജസ്റ്റ് അടുത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു. ഈ വ്ളോഗിൽ, ദാറ്റ് ഈസ് ഈ ഡേ 3 ഓഫ് മലേഷ്യയിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഓൺ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ദാറ്റ് ഈസ് പെട്ടെന്നാണ് സ്ഥലങ്ങൾ എത്തുന്നതും. നമ്മൾ ലൈക്ക് ഇതുവരെ കണ്ടതിൽ ഡേ 1 ഉം 2 സ്ഥലങ്ങളും ഇതിൽ കാണുന്നുണ്ട്. സോ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നാഷണൽ മോണ്യുമെൻറ്റ്സ് ഒക്കെയുള്ള ഒരു പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്റ്റാർട്ടിങ്ങിൽ പാർക്കും ആൻഡ് ഉള്ളിലോട്ടാണ് ഈ മോണ്യുമെൻറ്റ്സ് ഇരിക്കുന്നത്. അവിടുത്തെ വൺ ഓഫ് ദ നാഷണൽ മോണ്യുമെൻറ്റ് ഇതാണ്. പിന്നെ അടുത്തത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത്. നാഷണൽ മോണ്യുമെൻറ്റിനെ പറ്റി, ദാറ്റ് ഈസ് അതിൻ്റെ ഹിസ്റ്ററീനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. നമ്മൾ സെക്കൻഡ് മോണ്യുമെൻ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ആൻഡ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു നല്ല ഫൗണ്ടെയിനും ഒക്കെ കാണാൻ പറ്റും. ആൻഡ് കുറച്ചും കൂടെ മുമ്പിലോട്ട് പോയിട്ടാണ് ഈ മോണ്യുമെൻറ്റിൻ്റെ മുമ്പിലൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. സോ ഇതാണ് ആ സെക്കൻഡ് മോണ്യുമെൻറ്റ്. ആൻഡ് ഇതിന് മുമ്പിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സോ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നാഷണൽ മോസ്ക് ആണ്. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ഫ്രം ദി ഔട്ട്സൈഡ്. ഇവിടെ പള്ളി കയറണമെന്ന് പർദ്ദ ഇടണം. സോ അവർ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇതേപോലെ പർദ്ദ തരും. പിന്നെ പർദ്ദ അല്ല, ജസ്റ്റ് മോഡസ്റ്റ് ഡ്രസ്സ്, ഇവിടുത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടുകയാണെങ്കിൽ തലയിൽ ഷോൾ മാത്രം ഇട്ടാൽ മതി. ഞാൻ കയ്യിലാത്ത ഡ്രസ്സായതുകൊണ്ടാണ് പർദ്ദ. ഇതൊക്കെ മോസ്കിൻ്റെ ഉൾഭാഗമാട്ടോ ഈ കാണിക്കുന്നതൊക്കെ. ഇവിടെ ഫോട്ടോ വീഡിയോ അലൗഡ് അല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോയും ഫോട്ടോ എടുക്കുന്നത്. അവർക്ക് നല്ല നല്ല ഫൗണ്ടെയിൻ ഉണ്ട് അകത്ത്, ലൈക്ക് നല്ല രസമാണ് കാണാൻ. ആൻഡ് അവർക്ക് ഒരു നാഷണൽ മോസ്ക് ഗാലറി ഉണ്ടായിരുന്നു. അതിനകത്ത് ലൈക്ക് പഴയ ഫോട്ടോസ്, ലൈക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു 3D മോഡൽ ഓഫ് ദ മോസ്ക് ആണ്. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്, ബിക്കോസ് ഇവർ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ കംസ് ദ മെയിൻ പ്രെയർ ഹാൾ. ഇതിനകത്ത് ടൂറിസ്റ്റിന് ജസ്റ്റ് ഈ റെഡ് ലൈൻ വരെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ദാറ്റ് ഈസ് പ്രെയർ ചെയ്യണം എന്നുള്ളവർക്ക് മാത്രമേ അകത്തൊക്കെ കയറി പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ കംസ് എ ഷോപ്പ്. അവിടെ ഇങ്ങനെ കുറേ സുവനിയർ പോലത്തെ സാധനങ്ങളാണ് ഉള്ളത്. സോ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ KL ടവറൊക്കെയാണ് പോയത്. സോ ദിസ് ഈസ് ദ KL ടവർ ഓഫ് മലേഷ്യ. നമ്മൾ KL ടവറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇൻ കേസ് നമുക്ക് KL ടവറിൻ്റെ ടോപ്പിലോട്ട് കയറാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ഏരിയയും പിന്നെ കുറച്ച് വാഷ്റൂം, ഫുഡിങ് അങ്ങനത്തെ കുറച്ച് ഫെസിലിറ്റീസും കൂടെ അവിടെ ഉണ്ട്.
KL ടവർ മുകളിലേക്ക് പോകുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ കയറണമെന്ന് താല്പര്യമില്ല, അതുകൊണ്ട് കയറുന്നില്ല. പകരം നമ്മൾ ഇവിടുത്തെ അക്വേറിയത്തിലോട്ട് പോകും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അക്വേറിയത്തേക്കായിരുന്നു ഇനി പോകേണ്ടിയിരുന്നത്. ബട്ട് റൈറ്റ് ബിഫോർ ദാറ്റ് നമ്മുടെ ലഞ്ച് ടൈം ആയിരുന്നു. സോ നമ്മുടെ ലഞ്ച് ഈസ് ഓൾ ഓൺ അസ്. ദാറ്റ് മീൻസ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല ലഞ്ച് ആൻഡ് ഡിന്നർ. സോ അതുകൊണ്ട് നമ്മുടെ ലഞ്ച് കഴിക്കാനുള്ള ഒരു സ്പോട്ട് നമ്മുടെ ഡ്രൈവറാണ് ആക്ച്വലി സജസ്റ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് ചോയ്സ് ടു ബി ഓണസ്റ്റ്. കുറച്ച് ഇന്ത്യൻ ഫ്ലേവേഴ്സും അങ്ങനെ ഇറ്റ് വാസ് റിയലി ഗുഡ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. എന്നിട്ട് ഇതാ അക്വേറിയം എത്തി. അക്വേറിയം കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന്. അങ്ങനെ നമ്മൾ അക്വേറിയത്തിലേക്ക് കയറാനുള്ള എൻട്രൻസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് നമ്മൾ എല്ലാവരും ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിരുന്നു ടിക്കറ്റ്സൊക്കെ. പ്രിറ്റി മച്ച് ഇവിടെയുള്ള എല്ലാ എൻട്രൻസും പ്രീ ബുക്ക് ചെയ്തിരുന്നു. ജസ്റ്റ് ദാറ്റ് KL ടവർ മാത്രം നമ്മൾ ഓപ്ഷണൽ ആയതുകൊണ്ട് വേണോ വേണ്ടേന്ന് അറിയാത്തതുകൊണ്ട് വി ഡിഡ്ന്റ് വോണ്ട് ഓൾസോ, നമ്മൾ കയറിയില്ല. അപ്പം ഇറ്റ് ഈസ് ഓൾവേസ് ഹെൽപ്ഫുൾ ടു ടേക്ക് ടിക്കറ്റ്സ് പ്രയർ. കാരണം നല്ല ലോങ് ക്യൂസ് ആണ് ഇവിടെയൊക്കെ ഉള്ളത് ആൻഡ് നല്ല തിരക്കും ഉണ്ടായിരുന്നു. സോ നമ്മൾ നേരത്തെ എടുക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് നല്ലത്. അങ്ങനെ നമ്മൾ അകത്തൊക്കെ കയറി. ആൻഡ് ദ ഫസ്റ്റ് തിങ് വി സോ വിസ് പിറാന ടാങ്ക് ആയിരുന്നു ഫസ്റ്റ് ഉള്ളത്. ഇറ്റ് വാസ് പ്രിറ്റി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഐ തിങ്ക് പിറാന കാണുന്നത്. So before you continue your journey to our next station, which is a stream area. So this is brown banded bamboo shark. ഇത് മീർക്യാറ്റ്സ് ആണ് ആസ് യു ക്യാൻ സീ. ബട്ട് ലെറ്റ് മീ ടെൽ യു, എനിക്കിങ്ങനെ എല്ലാ വീഡിയോ ലൈക്ക് ഇങ്ങനെ ക്ലിപ്സും ഞാൻ ഇടുന്നില്ല അക്വേറിയത്തിൽ പോയപ്പോൾ ഉള്ളത്. ബിക്കോസ് പലതും നിങ്ങൾക്കും ബോറിംഗ് ആയിരിക്കും. ആൻഡ് ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് ഏതാ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്. എനിക്ക് ഏതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് വാട്ട് ഐ ഹാവ് നോട്ട് സീൻ ദാറ്റ് യൂഷ്വലി എന്നുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ കൂടുതലും ആഡ് ചെയ്യുന്നത്. ഓട്ടറിനെ ഫീഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇറ്റ്സ് സോ ക്യൂട്ട് ടു സീ ദാറ്റ്. നിങ്ങൾ കണ്ടു നോക്കുക, അപ്പം നിങ്ങൾക്കും തോന്നും. ഇതാരോ നോക്കൂ, നമ്മുടെ ഫൈൻഡിങ് നീമോയിലെ ഡോറിയാണത്. ആക്ച്വലി ഞാൻ 2 വട്ടം ഡോറീനെയും നീമോനെയും കാണുന്നുണ്ട്. ഞാൻ 2 വട്ടവും നിങ്ങൾക്ക് കാണിക്കുന്നുമുണ്ട്. ബൈ ദ വേ, വെയിറ്റ് ഫോർ നീമോ, ഓക്കെ? ആൻഡ് നീമോന് മുന്നത് ഈ ഫിഷിൻ്റെ ചുണ്ട് കണ്ടോ? ഒരു പ്രത്യേക തരം ഫിഷ്. ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ അറിയില്ല. ബിക്കോസ് അവിടെ ആ ബോർഡിൽ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി ടു ഫൈൻഡ് ദ നെയിംസ് ബിക്കോസ് നല്ല തിരക്കുണ്ടായിരുന്നു അകത്ത്. സോ നമ്മളിങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യണം. ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഫിഷസ് ആയിരുന്നു അത്. ആസ് യു ക്യാൻ സീ, ഇങ്ങനെ മണലിൻ്റെ അടിയിൽ നിന്ന് എത്തി നോക്കുന്ന പോലത്തെ ലൈക്ക് പുഴുകളെ പോലെ ഉണ്ട്. പക്ഷെ അത് പുഴുവല്ല, അത് മീനാണ്. ആൻഡ് അതേപോലെ ഫ്ലോട്ട് ചെയ്യുന്നത് കണ്ടോ, അങ്ങനെ വര പോലെ, അതും ഫിഷാണ്. യാ, ഇറ്റ് വാസ് വെരി നൈസ് ടു സീ. ലൈക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. അപ്പം അതിൻ്റെ ക്ലോസപ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ. ഈ മരം പോലെ നിൽക്കുന്നത് ഒരു ഫിഷാണ്. ആ കുട്ടി പറയുന്ന കേട്ടില്ലേ? യെസ്. അപ്പം നമ്മൾ ഫൈനലി നീമോൻ്റെയും ഡോറീൻ്റെയും ടാങ്കിലെത്തി. ഇതിൽ നീമോയും ഉണ്ട്, ഡോറിയും ഉണ്ട്. സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് സെക്ഷനാണ്. ഇത് പുതിയ സെക്ഷനായിരുന്നു. ആൻഡ് നിങ്ങൾക്കൊക്കെ കാണുന്ന പോലെ ഒരു വലിയ ടാങ്ക്.
ആ ടാങ്കിൽ ഉള്ളിൽ എല്ലാം ഒരേപോലത്തെ ഫിഷ് ആൻഡ് എല്ലാവരും ഒരേ സൈസുമാണ്. ഐ ഡോണ്ട് നോ ഹൗ യാ. ആൻഡ് ഈ ഫിഷസ് പെട്ടെന്ന് നമുക്ക് കാണുക വെച്ചാൽ ഇവരെന്താ ഇത്ര തിങ്ങി ഇരിക്കുന്നതെന്ന്. പക്ഷെ അവർക്കതാ ഇഷ്ടം തോന്നുന്നു. കാരണം താഴെയൊക്കെ ഒരുപാട് സ്പേസും മുകളിലൊക്കെ അവരെല്ലാവരും കൂടെ തിങ്ങി വിങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാണുന്നത് ആമസോൺ ഫ്ലഡഡ് ഫോറസ്റ്റ് എന്നുള്ള ഇൻവേസീവ് ആയിട്ടുള്ള ഫിഷസിനെയാണ് നമ്മൾ കാണുന്നത്. സോ അതിൻ്റെയൊക്കെ ലൈക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ടാങ്കിലുള്ളത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഈ ടാങ്കിൽ എനിക്ക് ആകെ പരിചയമുള്ളത് അരാപ്പയ്മ മാത്രമായിരുന്നു. എന്ന് വെച്ചിട്ട് അരാപ്പയ്മ ഞാൻ നേരത്തെ റിയലായി കണ്ടിട്ടുണ്ട് എന്നല്ല, ജസ്റ്റ് ലൈക്ക് വീഡിയോസ് ആൻഡ് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ആൻഡ് ലക്കിലി എനിക്കൊരു ക്ലോസപ്പ് ഷോട്ട് കിട്ടിയിട്ടുണ്ട് ഓഫ് അരാപ്പയ്മ. കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നും. നമ്മൾ നേരത്തെ മുകളിലുള്ള വ്യൂ അല്ലേ വലിയ ടാങ്കിൻ്റെ കണ്ടത്, ഇതാണ് താഴെയുള്ള വ്യൂ. ആൻഡ് ഒരു കോർണറിൽ കുറച്ച് ഷോ കേസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് കൾച്ചറിനെ പറ്റിയിട്ടും അങ്ങനെ കുറച്ച് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ. ആൻഡ് ദെൻ അഗൈൻ ബാക്ക് ടു ഫിഷസ്. ഇതായി ചെളിയിൽ കിടക്കുന്ന മീനിനെ കണ്ടോ നിങ്ങൾ? ഇപ്പോൾ ഈ കാണുന്നത് ഈ കോർണറിൽ ഒരു വലിയ ലോബ്സ്റ്ററാണ്. അപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ട്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഈ ലോബ്സ്റ്ററിനെ, ബിക്കോസ് ഇറ്റ്സ് റിയലി ഹ്യൂജ്. ആൻഡ് ആ ഒരു ടാങ്കിൽ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഫിഷസും ഉണ്ടായിരുന്നു. ദിസ് പാർട്ട് ഓഫ് ദിസ് അക്വേറിയം ഇസ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഫോർ മീ. കാരണം ദിസ് വാസ് റിയലി ഗുഡ്. അത് നിങ്ങൾക്കും അത് തോന്നാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഈ സിമിലർ വൺ രണ്ടാമത്തെ വട്ടമാണ്. കാരണം ഞാൻ തായ്ലൻഡിൽ പോയപ്പോഴും ഈ സിമിലർ ടൈപ്പ് ഓഫ് അക്വേറിയത്തിൽ പോയതാണ്. ബട്ട് ഐ തിങ്ക് ഇവിടെ കുറച്ചും കൂടെ വെറൈറ്റീസ് ഉണ്ട്, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ഐ വിൽ ഷോ യു ഓൾ. ഇവിടെ മെയിൻലി സ്റ്റിംഗ്രേ പിന്നെ ടേർട്ടിലൊക്കെയാണ്. ഈ കാണുന്നത് ഷാർക്കാണ്. കുറച്ച് നോയ്സി ആണെങ്കിലും ഞാൻ ഒറിജിനൽ ഓഡിയോസ് ഒക്കെ വെക്കുന്നത്, സോ യു ക്യാൻ ലിസൺ ടു ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ. ഇവിടെ നിങ്ങൾ ഒരു ലോങ്ങസ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റിംഗ്രേ കാണാൻ പോവാണ്. ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്.
അങ്ങനെ ഈ സെക്ഷൻ ഓഫ് ദി അക്വേറിയം കഴിഞ്ഞു. ഇനി പുറത്തിറങ്ങിയിട്ട് കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ ഉണ്ട്. ആൻഡ് യു ക്യാൻ സീ ഇൻ ദിസ് വീഡിയോ ഒരാളെ ഫുള്ള് മീൻ കവർ ചെയ്തിരിക്കുന്നത്. അത് വേറൊന്നും ഉണ്ടല്ല, ഹീ ഈസ് ഫീഡിങ് ആക്ച്വലി. ഹീ ഈസ് ഫീഡിങ് ദ ഫിഷസ്. അതുകൊണ്ടാണ് ഈ മീനുകളൊക്കെ അയാളിങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത്. And it was nice to watch. Fish and also silver monogram fish. All of the fish right in front of you is actually known as a schooling fish because they like to move in a big group. ഇപ്പം കാണുന്നത് ഒരു ഒക്ടോപ്പസ് ആണ്. ഇറ്റ്സ് എ ടൈനി ഒക്ടോപ്പസ്. സോ അങ്ങനെ നമ്മൾ അക്വേറിയത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തി. ദിസ് ഇസ് എ ഗ്ലോബ് ദാറ്റ് ഹാസ് ഫിഷസ് ഇൻസൈഡ് ആൻഡ് അലൈവ് ഫിഷസ് ആണ് കേട്ടോ, ആൻഡ് നിയോൺ കളർ ടു. ആൻഡ് ഇവിടെ മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത് ജെല്ലി ഫിഷസ് ആണ്, പല ടൈപ്പ്. ഈ ജെല്ലി ഫിഷ് റെഡ് കളേർഡ് അല്ല, ഇറ്റ്സ് ജസ്റ്റ് ദി ലൈറ്റിംഗ് ആക്ച്വലി. ആൻഡ് പിന്നെ ജെല്ലി ഫിഷ് തിങ്കിങ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ നമുക്ക് അപ്സൈഡ് ഡൗൺ ജെല്ലി ഫിഷ്, ഞാൻ ആദ്യമായിട്ട് കാണാണ് അപ്സൈഡ് ഡൗൺ ജെല്ലി ഫിഷ്. ട്രസ്റ്റ് മീ ഗൈസ്, ഇതിട്ട് ഭയങ്കര ഭംഗിയാണ് ഇതിനെ കാണാൻ, ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഇത്ര ചെറിയ ടൈനി ജെല്ലി ഫിഷ് ആൻഡ് ദാറ്റ് ടു അപ്സൈഡ് ഡൗൺ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇത് മൂൺ ജെല്ലി ഫിഷാണ്. സീ ഹൗ ഇറ്റ് ഇസ് സോ പ്രിറ്റി റൈറ്റ്. അവരിങ്ങനെ സർക്കിൾ ചെയ്യുന്നു. കുറേ പ്ലാസ്റ്റിക് കവർ പോലെ ഉണ്ടെങ്കിലും അതിനെന്തോ ഒരു ഭംഗിയുണ്ട്, പ്രത്യേക ഭംഗി. സോ അത്രയേ ഉള്ളൂ ജെല്ലി ഫിഷ്. ആൻഡ് ദെൻ കംസ് സീ ഹോഴ്സസ്. ഇതൊക്കെ സീ ഹോഴ്സസിൻ്റെ വെറൈറ്റീസാണ് ഈ സെക്ഷൻ. കുറേ ഉണ്ടായിരുന്നു, സിംഗിൾ ലൈൻ പോലത്തെ ആൻഡ് വെരി ലീൻ, പല കളർ, പല സൈസ്. സോ ആൻഡ് ദെൻ ദിസ് ഇസ് എ ഈൽ, പാമ്പ് പോലെ ഇരിക്കുന്ന മീനില്ലേ അത്. ആൻഡ് ദെൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഷാർക്കിൻ്റെ ലൈഫ് സൈക്കിളാണ്. എന്ന് വെച്ചിട്ട് ഫുൾ സ്റ്റേജസ് ഇല്ല. ആൻഡ് നമുക്ക് ചിലതിലൊക്കെ ശരിക്കും അലൈവായിട്ടുള്ളത് കാണാൻ പറ്റും. അങ്ങനെ മലേഷ്യൻ അക്വേറിയം ഒക്കെ കണ്ടു കഴിഞ്ഞു. ആൻഡ് ദെൻ നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ഷോപ്പ് പോലൊരു ഏരിയയ്ക്കാണ്. നമുക്ക് അക്വേറിയം റിലേറ്റഡ് സാധനങ്ങളും ഉണ്ട്, മലേഷ്യൻ സാധനങ്ങളും ഉണ്ട് അവിടെ. ആൻഡ് നെക്സ്റ്റ് വിസിറ്റ് ഒരു ചോക്ലേറ്റ് ഫാക്ടറിക്കായിരുന്നു. അപ്പാരൻ്റ്ലി അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് യു ക്യാൻ ജസ്റ്റ് സീ ദി എൻട്രൻസ്. ആ ഒരു പാർട്ട് മാത്രം കാണാൻ പറ്റും. നമ്മളങ്ങനെ ചാർട്ടഡ് ആയിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി ഫ്രഷായിട്ട് അഗൈൻ നമ്മൾ ഇറങ്ങിയത് എന്ന് വെച്ചാൽ ചൈന ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനാണ് പ്ലാൻ. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്ലാൻ അവിടെ പോയി നോക്കണം എന്താണ് അവസ്ഥ, എങ്ങനെയാണ്. സോ നമ്മൾ നടന്നിട്ടാണ് പോയത്. സോ ദാറ്റ്സ് ഹൗ ഐ എം ഷോയിങ് യു ദ സ്ട്രീറ്റ്സ് ഓഫ് മലേഷ്യ. ഇറ്റ് വാസ് പ്രിറ്റി ക്ലീൻ ആസ് ഓൾവേസ്. ഞാൻ ആദ്യത്തെ വീഡിയോ തൊട്ട് പറയുന്നുണ്ട്, ഇറ്റ്സ് വെരി ക്ലീൻ സിറ്റി. ഒരു രക്ഷയില്ല, ഭയങ്കര വൃത്തിയാണ് കാണാൻ. ആ നേരെ കാണുന്നതാണ് ചൈന ടൗൺ. സോ ഇവിടെ ഒരു മെയിൻ റോഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർക്ക് അവിടെ റോഡ് ക്രോസിംഗ് ഇല്ല. സോ വി ഹാവ് ടു ടേക്ക് ദി ബ്രിഡ്ജിലൂടെ വേണം അങ്ങോട്ടേക്ക് എത്താൻ. അങ്ങനെ നമ്മൾ ബ്രിഡ്ജൊക്കെ കയറി അങ്ങോട്ടേക്ക് എത്തുകയാണ്. സോ ദിസ് ഇസ് ദി ചൈന ടൗൺ. അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, സം സ്പെഷ്യൽ ഈവൻറ്റ് ഇസ് ഹാപ്പനിങ് ദെയർ. അത് ഇവഞ്ച്വലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മൾ കുറേ കടകളൊക്കെ കയറി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. ടു ബി ഓണസ്റ്റ് നമ്മൾ കുറച്ച് കൂടുതൽ തുണികളാണ് വാങ്ങിയത്. അതിന് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. ഇറ്റ് വാസ് ചീപ്പർ എന്ന് ചോദിച്ചാൽ നോ, ബട്ട് ചീപ്പർ ഓപ്ഷൻസ് ഉണ്ട്. കുറച്ച് തപ്പണം എന്നേ ഉള്ളൂ. നമ്മുടെ ടൈം ആൻഡ് എഫേർട്ട് മാറ്റേഴ്സ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഈവൻറ്റ് ദാറ്റ് വാസ് ഹാപ്പനിങ് ദെയർ. ആക്ച്വലി എനിക്കിതിൻ്റെ പേരോ ഇതെന്തിനാന്ന് പോലും അറിയില്ല. പൂജയുടെ ബാക്കിയല്ലോ. ഇതെന്താണ് എന്താ അറിയില്ല, അവരുടെ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഫുൾ പോർക്കാണ് അവരിങ്ങനെ വേവിച്ച് വെച്ചേക്കുന്നത്.
അങ്ങനെ ചൈന ടൗണിൽ ഫുഡ് സ്ട്രീറ്റിലൊക്കെ എത്തി. നമ്മളിങ്ങനെ ഓരോന്ന് നോക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയൊക്കെയാണ്. വെയിറ്റ് ആൻഡ് സീ. ഇങ്ങനെ ഞാൻ ആക്ച്വലി ഈ സീരീസിലും പിന്നെ ഈ വീഡിയോസിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് ചൂസ് ചെയ്ത ഫുഡ് ഐറ്റം ഒന്നില്ലെങ്കിൽ ഹോട്ട് പോട്ട് പോലെ ബോയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ബാർബിക്യൂ പോലെ ചെയ്യാൻ പറ്റുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ ഫേമസ് സംഭവം ഇൻ മലേഷ്യ. ക്ലേ പോട്ട് ചിക്കൻ റൈസ് അല്ലെങ്കിൽ ഫിഷും അങ്ങനെ പലതും കിട്ടും. പക്ഷേ ഇവർ പറഞ്ഞ വെയിറ്റിംഗ് ടൈം ഫോർ വൺ ക്ലേ പോട്ട് ഇറ്റ് സെൽഫ് ഇസ് ലൈക്ക് മിനിമം 1 hour. അപ്പം നമുക്ക് അത്രയും ടൈം ഇവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് വി ഹാഡ് ടു സേ നോ ടു ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്തേനെ. ആൻഡ് ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഹോട്ട് പോട്ടും ബാർബിക്യൂം, അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്യാൻ വന്നതാണ്. ആൻഡ് വിൽ ബി ചൂസിങ് എ ഫ്യൂ ഓഫ് ദം. ഈ നിങ്ങൾ ഈ സ്റ്റിക്കിൻ്റെ താഴെ കളേഴ്സ് കാണുന്നില്ലേ, ഈ കളറിനനുസരിച്ച് അവരൊരു റേറ്റ് ഇട്ടിട്ടുണ്ട്. സോ ഈച്ച് ഐറ്റത്തിനല്ല പ്രൈസ് വരുന്നത്, ഈ ഓരോ കളേർഡ് സ്റ്റിക്കിന് ഏതാണോ വില അങ്ങനെയാണ്. നമ്മൾ കുറച്ച് ചെയ്തത് ഷ്രിംപ്സ് ചെയ്തു, പിന്നെ ഒരു ടൈപ്പ് ഓഫ് മഷ്റൂം, പിന്നെ ബേക്കൺ, അതൊക്കെയാണ് ചെയ്തത്. നമ്മൾ ആക്ച്വലി അങ്ങോട്ടേക്ക് പോകുമ്പോൾ കണ്ട വീഫിൾ ഷോപ്പ് തന്നെയാണിത്. പക്ഷെ ദിസ് ടൈം ഞങ്ങൾക്ക് ഒരെണ്ണം വേണമെന്ന് തോന്നി, അങ്ങനെ ഒരെണ്ണം മേടിച്ചു. ഇറ്റ് വാസ് റിയലി നൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇതാണ് എൻ്റെ ഡിന്നർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ് ആൻഡ് ബൈ ബൈ, സീ യു.